ബംഗളൂരുവിൽ വൻ ലഹരിവേട്ട 24 കോടി രൂപയുടെ MDMA-യുമായി നൈജീരിയൻ വനിത പിടിയിലായി. പിടിയിലായത് ലഹരിക്കടത്ത് സംഘത്തിലെ മുഖ്യ കണ്ണി എന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത്. KB ശ്രീധരൻ വിവരങ്ങളുമായി ചേരുകയാണ്. ശ്രീധരൻ, എങ്ങനെയാണ് ഇവർ പിടിയിലായത്? എന്തൊക്കെയാണ് വിവരങ്ങൾ? ബംഗളൂരുവിലാണ് വലിയ ലഹരിവേട്ടയുണ്ടായിരിക്കുന്നത്. 24 കോടി രൂപയുടെ MDMA-യുമായിട്ടാണ് നൈജീരിയൻ വനിത പിടിയിലായിരിക്കുന്നത്. ലഹരിക്കടത്ത് സംഘത്തിലെ മുഖ്യ കണ്ണിയാണ് എന്നുകൂടി പോലീസ് അറിയിക്കുന്നുണ്ട്. KB ശ്രീധരൻ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ശ്രീധരൻ, പറയൂ. ബംഗളൂരുവിലെ KR പുരത്തിന് സമീപമുള്ള TC പാളിയിൽ നിന്നാണ് ഈ യുവതിയെ പോലീസ് പിടികൂടിയത്. ബംഗളൂരു പോലീസിന്റെ നാർക്കോട്ടിക് കൺട്രോൾ വിങ് പ്രത്യേകം പരിശോധനകൾ നഗരത്തിലുടനീളം നടത്തിവരികയാണ്. അതിന്റെ ഭാഗമായിട്ടാണ് ഇവരെയും പിടികൂടിയത്. പ്രത്യേകിച്ച് നഗരത്തിലെ കമ്മനഹള്ളി പോലുള്ള നോർത്ത് ബാംഗ്ലൂർ മേഖലയിൽ ഈ വ്യാപകമായി ഈ ലഹരി മരുന്ന് വിതരണം നടക്കുന്നുണ്ട് എന്നുള്ള വിവരത്തിൽ നിന്നാണ് പോലീസിന്റെ പരിശോധന. 12 കിലോ MDMA ആണ് പിടികൂടിയത്. ഇത് മുംബൈയിൽ നിന്നാണ് എത്തിച്ചത് എന്നുള്ള വിവരം കൂടി ലഭിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് മത്സ്യ ലോറികൾ, അതുപോലെ തന്നെ സോപ്പ് പെട്ടി, ഇതിലൊക്കെ ആക്കിയാണ് ഈ MDMA ബംഗളൂരുവിലേക്ക് എത്തിച്ചത്. നിലവിലേതായാലും ഇവർക്ക് മരുന്നുകൾ എത്തിക്കുന്ന, ഈ മയക്കുമരുന്ന് എത്തിക്കുന്ന ആളുകളെ കൂടി കണ്ടെത്തുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട്. ഏതായാലും ഇതിനുവേണ്ടി നിരവധി മൊബൈൽ ഫോണുകളും 70ഓളം സിം കാർഡുകളും ഇവർ എടുത്തിരുന്നു. അതായത് പിടിക്കപ്പെടാതിരിക്കുക, മൊബൈൽ ടവർ ഉപയോഗിച്ച് പിടിക്കപ്പെടാതിരിക്കുന്നതിന് വേണ്ടി സിം കാർഡുകൾ മാറ്റിയാണ് ഉപയോഗിച്ചിരുന്നത്. ഏതായാലും ഇവർക്ക് മരുന്ന് എത്തിക്കുന്നത് ആരാണ് എന്ന് തിരിച്ചറിയുന്നതിന് വേണ്ടിയുള്ള പരിശോധനകളും നടക്കുകയാണ്. നഗരത്തിൽ ഈ അടുത്ത് നടന്നിട്ടുള്ള ഏറ്റവും വലിയ ലഹരി മരുന്ന് വേട്ടകളിലൊന്നുകൂടിയാണ് ഇത്.